കോണ്ടെക്സ്റ്റ്, എ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റ് എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ ടെക്സ്റ്റേ കണ്ടിട്ടുള്ളൂ. ലൈഫ് ഈസ് നോട്ട് എ ടെക്സ്റ്റ്, ലൈഫ് ഈസ് എ കോണ്ടെക്സ്റ്റ്. ജീവിതം ടെക്സ്റ്റ് ബുക്കല്ല, ജീവിതം കുറെ സന്ദർഭങ്ങളുടെ ആകത്തുകയാണ്. ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് കോണ്ടെക്സ്റ്റ്സ്. ആ സന്ദർഭങ്ങളെ ജയിക്കാൻ പഠിച്ചാൽ നിങ്ങൾ 1000 പരീക്ഷകൾ ജയിച്ചതിനേക്കാൾ വലിയ വിജയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആർജിക്കുന്നത്. പരീക്ഷ ഒന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയുള്ള നിരവധി ചടങ്ങ് പോയി ഈ വർഷവും. ജില്ലാതലത്തിൽ, സംസ്ഥാന തലത്തിൽ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ. അതിലൊരു സദസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ടാൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ ഇവിടെയും ചോദിക്കുന്നു. ആർക്ക് വേണം മാർക്ക്? ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ചുണ്ടിൽ വന്ന വാക്കാണ് ആർക്ക് വേണം മാർക്ക്. മാർക്കില്ലാത്തവനാണോ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്? മാർക്കില്ലാഞ്ഞിട്ടാണോ ഒരു ഡോക്ടർ പെൺകുട്ടിയെ, ഒരു അധ്യാപകനെ ഈ കേരളത്തിൽ കുത്തിക്കൊന്നത്? അയാൾക്ക് മാർക്കില്ലേ? അയാൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ? വന്ദനയെ മറക്കരുത്. ടിനി ടോമിന്റെ സ്വരധാര, ശോകധാര, വിഷാദധാര അത് പ്രവാഹം കൊണ്ടപ്പോൾ കേരളീയ മാതാപിതാക്കളുടെ മനസ്സിലൂടെ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടി ഹൃദയം പടഞ്ഞിട്ടുള്ള സ്വരമാണ് ഇവിടെ മുഴങ്ങിയത്. അവരെ നിങ്ങൾ മറക്കരുത്. ആർക്ക് വേണം മാർക്ക് എന്ന് ചോദിച്ചത് നിങ്ങൾ നേടിയ വിജയത്തെ ചെറുതാക്കാനല്ല, നിങ്ങൾ നേടിയ വിജയത്തെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു. ഉന്നത വിജയം, എക്സലൻസ് വാങ്ങിയവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷെ അതൊന്നും അല്ല കുട്ടികളെ വലിയ കാര്യം. ഞാനും റാങ്കൊക്കെ വാങ്ങിയ ആളാണ്. അതൊന്നും അല്ല ജീവിതത്തിൽ വലുത് എന്ന് വളരെ വൈകാതെ തിരിച്ചറിഞ്ഞ ഒരാളാണ്. എനിക്ക് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനിലും രണ്ടിനും റാങ്ക് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അതൊന്നും അല്ല വലിയ കാര്യമെന്ന് വൈകാതെ ഞാൻ തിരിച്ചറിഞ്ഞു. അക്കാഡമിക് എക്സലൻസ് ഒക്കെ നല്ലതാണ്, അതിലപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. തപിക്കുന്ന ജീവിതം, ത്രസിക്കുന്ന ജീവിതം, സ്വപ്നം കാണേണ്ട ജീവിതം, സാക്ഷാത്കരിക്കേണ്ട ജീവിതം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇപ്പൊ നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉത്സവമാണ്. ഈ ചടങ്ങ് വിദ്യാഭ്യാസത്തെ ഉത്സവമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഹേഷിനെ ഞാൻ മുക്തകണ്ഠം ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ്. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അത് പലയിടത്തും നടക്കുന്നുണ്ട്, അത് സാധാരണമാണ്. ഇത് സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്, സംസ്കാരമാണ്. നമുക്ക് നഷ്ടപ്പെടുന്ന സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്ക് പോകണം. ആരെങ്കിലും നിർബന്ധിക്കുന്ന കോഴ്സിനൊന്നും പോകരുത്. ആർക്ക് വേണ്ടിയും വേഷം കെട്ടിയിട്ടൊരു പ്രത്യേക കോഴ്സ് എടുക്കരുത്. എല്ലാവരും ഡോക്ടറാകുമ്പോൾ ഞാനും ഡോക്ടറാകണമെന്ന് തീരുമാനിക്കരുത്. എല്ലാവരും എഞ്ചിനീയറെങ്കിലും ഞാനും എഞ്ചിനീയർ ആകട്ടെ തീരുമാനിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അഭീഷ്ടത്തെ അനുധാവനം ചെയ്യണം, അതിനെ പിൻപറ്റണം. നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യത്തിന്റെ പിറകെ പോണം. മലയാളത്തിന്റെ വലിയ സാഹിത്യകാരൻ ശ്രീ മോഹനവർമ്മ ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ ഇരുന്ന സമയത്ത് എന്നോടിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ നല്ല മാർക്കോടെ പാസ്സായിട്ടും ചെണ്ട കൊട്ടുന്ന കോഴ്സിന് പോകണമെന്ന് വാശി പിടിച്ചു. അവൻ എഞ്ചിനീയറിങ്ങിനും
MBBS പോകാമായിരുന്നു, നല്ല മാർക്കുണ്ട്. അവൻ ഒരേ ഒരു വാശി, ചെണ്ട കൊട്ടണം. ചെണ്ട കൊട്ടുന്ന കോഴ്സിൽ ഡിഗ്രി എടുക്കണം, ആ വിഷയത്തിൽ ഡിഗ്രി എടുക്കണം. ഞങ്ങളൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷെ അവനവൻ്റെ ഇഷ്ടം വിടാൻ തയ്യാറായില്ല. അവൻ പോയി ചെണ്ട കൊട്ടുന്ന കോഴ്സിന് ചേർന്നു. ആ കോളേജിൻ്റെ ഒരു യൂണിയൻ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയപ്പോൾ, മോഹനവർമ്മ സാഹിത്യകാരനാണ്, പ്രശസ്തനായിട്ടുള്ള മലയാളത്തിൻ്റെ എഴുത്തുകാരനാണ്. അവൻ ചെണ്ട കൊട്ടി എന്നെ സ്വാഗതം ചെയ്തു കൊണ്ടുപോയി. അന്ന് അവൻ കൃതാർത്ഥനാകുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. നിങ്ങൾ ചെണ്ട കൊട്ടാൻ പോകണമെന്നോ അങ്ങനെയുള്ള കോഴ്സ് എടുക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. ധാരാളം പഠന സാധ്യതകളുള്ള ഒരു ലോകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, കൃത്രിമ ബുദ്ധി. AI എന്ന് പറഞ്ഞ അന്ന് എയർ ഇന്ത്യ അല്ല, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. ലോകത്ത് ചില തത്വചിന്തകന്മാർ നിരീക്ഷിക്കുന്നത് മനുഷ്യൻ വഞ്ചിക്കപ്പെടും എന്നാണ്. കൃത്രിമ ബുദ്ധി വളർന്ന് 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 അത് മനുഷ്യനെ തോൽപ്പിച്ച് പല കാര്യങ്ങൾക്കും മനുഷ്യനെ വേണ്ടാതാകും എന്ന അവസ്ഥയിലേക്കാണ് മാനവരാശി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണം മനുഷ്യൻ? ആർക്ക് വേണം മനുഷ്യൻ? ആ ജോലി അത് യന്ത്രമനുഷ്യൻ ചെയ്യുമല്ലോ. ഈ ജോലി അത് മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ മികവോടെ യന്ത്രമനുഷ്യൻ ചെയ്യും. കൃത്രിമ ബുദ്ധി. ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു 15 ലേഖനങ്ങളെങ്കിലും വായിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്. പണ്ടാരെങ്കിലും എഴുതിയതല്ല, ഈ ഒറ്റ മാസം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ AI വിഷയത്തെക്കുറിച്ച് വന്ന 15ഓളം ഓരോ ദിവസങ്ങളിൽ എത്രമാത്രം ലോകം ഇത് ചർച്ച ചെയ്യുന്നു. ആ ഒരു കാലത്ത്, ആ ഒരു ലോകത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഇഷ്ടം പോലെ വാതായനങ്ങൾ, കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഏത് കോഴ്സിനും പോയിക്കോ, വലിയ വലിയ മോഹങ്ങളെ കൊണ്ട് നടക്കാവൂ. ശാസ്ത്രജ്ഞനാകൂ എന്ന് തീരുമാനിക്കൂ. എനിക്ക് സയന്റിസ്റ്റ് ആവണം, എനിക്ക് ആർട്ടിസ്റ്റ് ആവണം, കലാകാരനാകണം, കലാകാരിയാകണം എന്ന് തീരുമാനിക്കൂ. 1000 യന്ത്രമനുഷ്യന്മാർ ചേർന്നാലും ടിനി ടോം ഇവിടെ പാടിയ പാട്ടിലെ ഒരു സ്വരം സൃഷ്ടിക്കാനോ ആവർത്തിക്കാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് മനുഷ്യൻ. മനുഷ്യന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഹൃദയത്തിന് പകരം വെക്കാവുന്ന മറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഹൃദയമുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം നിങ്ങൾ. ഹൃദയമാണ്. ആ ഹൃദയ നന്മ കെട്ടുപോകാതിരിക്കട്ടെ. ഹൃദയം മരിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്. ബാഹികമായ അർത്ഥത്തിലും അത് ശരി, ആന്തരികമായ അർത്ഥത്തിലും അത് ശരി. ജിന്ദാ ദിലി എന്നാണ് പറയാ ഹിന്ദി ഭാഷയിൽ. ജിന്ദാ ദിലി, ഹൃദയത്തിന് ജീവൻ ഉണ്ടായിരിക്കുക. അപ്പോഴാണ് ജിന്ദാ ദിലി ഹെ ജിന്ദഗി, ഹൃദയത്തിന് ജീവൻ ഉണ്ടാകലാണ് ജീവിതം. ഹൃദയം മരിക്കുമ്പോൾ ജീവിതം തന്നെ ഇല്ലാതായിത്തീരുന്നു. ബാഹികമായ അർത്ഥത്തിലും അത് ശരിയാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം നിലക്കുന്നതിന്റെ പേരാണ് ഹൃദയസ്തംഭനം. അത് മാത്രമാണ് പെട്ടെന്ന് മനുഷ്യനെ പിടികൂടുന്നത് രോഗം. ക്യാൻസർ വന്നാൽ പോലും, മാരകമായ ക്യാൻസർ വന്നാൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എത്ര പെട്ടെന്ന് കാണപ്പെട്ടാലും, എത്ര അവസാനത്തെ ഘട്ടത്തിലാണ് രോഗിയെങ്കിലും കുറച്ച് ദിവസം പോയി എന്ന് വരും. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നാൽ, അത് ശക്തമാണെങ്കിൽ, ഹൃദയാഘാതം അത്രമേൽ തീക്ഷ്ണമാണെങ്കിൽ, ആ സമയം തന്നെ മനുഷ്യന്റെ ജീവിതവും ശരീരവും എല്ലാം അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കുട്ടികളെ, ഞാൻ ഉപദേശിക്കല്ല, ഞാനൊരു ഉപദേശകനല്ല. നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്ന നിലയിലുള്ള ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം മരിക്കാതിരിക്കട്ടെ.
അതിനുള്ള വിദ്യാഭ്യാസം ആർജിക്കൂ, അതിനുള്ള അറിവ് തേടൂ. ഇന്ന് വേണ്ടത് നോളജാണ്. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ മറ്റു 2 പദങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു, നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളല്ല. ഒന്ന് നോളജ്, മറ്റൊന്ന് വിസ്ഡം. വിസ്ഡം നിങ്ങളിത് സ്വായത്തമാക്കൂ. എൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. കരുനാഗപ്പള്ളിയുടെ ഹൃദയത്തിൽ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് ഭാവിയിൽ നിങ്ങളൊക്കെ ഓർക്കേണ്ട സന്ദർഭമായിട്ട് മാറും. ഇവിടുന്ന് പിരിഞ്ഞു പോയാലും നിങ്ങൾ ഓർക്കും, ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഞാനും ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, मैं भी वहां हाजिर था, ഞാനും അവിടെ ഹാജരുണ്ടായിരുന്നു. വലിയൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് ഓർക്കുമ്പോൾ അതിൽ പങ്കെടുത്തതിൻ്റെ അഭിമാനം പങ്കുവെക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. मैं भी वहां हाजिर था, ഞാനും അവിടെ ഹാജരുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഓർക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇത്രയും നേതാക്കളുടെ സാന്നിധ്യം, പുതിയ തലമുറയ്ക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഒരു ജനപ്രതിനിധിയുടെ ഹൃദയവായ്പിന്റെ ആവിഷ്കാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശ്രീ മഹേഷിന്റെ ഹൃദയം, പുതിയ തലമുറയോടൊപ്പം തുടിക്കുന്ന ഹൃദയം. നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് മഹേഷിന്റെ രാഷ്ട്രീയമല്ല, മഹേഷിന്റെ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അതേ നിലനിൽക്കൂ. ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് മലയാളികൾ തീർത്ഥയാത്ര പോലെ പ്രവഹിക്കുന്ന ഒരു അത്ഭുതം പുതിയ തലമുറ നിങ്ങളും ശ്രദ്ധിച്ചില്ലേ? മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നതും മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നവരും മാത്രമാണ് ബാക്കിയാകുന്നത്. ബാക്കിയൊക്കെ അസ്തമിക്കും. കല, രാഷ്ട്രീയം, മതം, സംസ്കാരം, സാഹിത്യം എല്ലാം മനുഷ്യത്വത്തിന് വേണ്ടി സമർപ്പിതമായിരിക്കണം. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഓർത്തു നോക്കൂ നിങ്ങൾ, 1-2 സംഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ട ആ കുട്ടിയെ പറ്റിയൊന്നും പറയുന്നില്ല. ശരി, ടിനി ടോം ആ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പത്രം ശരിക്ക് വായിക്കാറില്ല. ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല, ഈ നാട്ടിലൊരു പൗരനായതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുകയും സമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്നവരിൽ പെട്ട ഒരാളായതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പത്രം മാറ്റിവെക്കും. കുറച്ച് ദിവസം ആ ദിവസമൊക്കെ എൻ്റെ കൂടുള്ളവരോട് ഞാൻ ചോദിക്കും എന്താണ് നടന്നതെന്ന്. അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം മാത്രം, അധികം അവരെ വിവരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കൊച്ചുകുട്ടിക്ക് കേരളക്കരയിലുണ്ടായ ഗതി, വന്ദന കോളേജ് പഠിച്ച് ഡോക്ടർ ആയി, ആശുപത്രിയിൽ സേവനം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾ ഉപയോഗിക്കുന്ന കത്രിക കൊണ്ടാണ് അവളെ കുത്തിയത്. അവളുടെ മാതാപിതാക്കളെ പറ്റി ഓർക്കൂ. ഞാൻ ഈ സദസ്സിലേക്ക് വരുന്ന വഴിയിലുടനീളം, ഈ ഹാളിന്റെ വരാന്തയിൽ ഉടനീളം കണ്ടത്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കൈകൂപ്പി എന്നെ സ്വാഗതം ചെയ്ത അമ്മമാരെയും അച്ഛന്മാരെയുമാണ്, ഉമ്മ ബാപ്പമാരെയാണ്. നിങ്ങളോടൊപ്പം എത്തിയിട്ടുള്ള രക്ഷിതാക്കളുടെ സാന്നിധ്യം ഈ സദസ്സിലുണ്ട്. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും വന്നിട്ടുള്ള സദസ്സാണിത്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ഒറ്റക്കല്ല, ഞാൻ മാത്രം മതി എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ ജീവിതം, അതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് അറുത്തു മാറ്റാൻ കഴിയില്ല, മുറിച്ചു മാറ്റാൻ കഴിയില്ല. എന്താ അമ്മ, എന്താ അച്ഛൻ എന്ന് ചോദിക്കുന്ന ഒരു തരം
വഴിവിട്ട അനാർക്കി, അരാജകത്വം അത് പ്രചരിപ്പിക്കുന്ന കാലമാണിത്. നിങ്ങളുടെ ഏറ്റവും വലിയ സർവകലാശാല, നിങ്ങൾ രാവിലെ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോ ഒരു സ്ത്രീയെ കാണാറില്ലേ നിങ്ങളുടെ വീട്ടിൽ? അടുക്കളയിലെ കരി പിടിച്ച കോന്തലയുമായി നിൽക്കുന്ന ആ പെണ്ണ് നിങ്ങളുടെ മാതാവ്, അമ്മ. അമ്മയുടെയോ ഉമ്മയുടെയോ കയ്യിൽ നിന്ന് പാഠപുസ്തകവും ചോറ്റിൻ പാത്രവും വാങ്ങിയിട്ട് സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ ഓർക്കണം, ഞാൻ എൻ്റെ ചില സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മാറത്തൊരടയാളമുണ്ട്, ഇതാ ഇവിടെ. അതിന് പൊക്കിൽ കുഴി എന്നൊക്കെ പറഞ്ഞ് ചിലരതിനെ മറ്റൊരു രീതിയിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ, സ്ത്രീ ശരീരത്തിന്റെ ആകർഷകത്വത്തിന്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതല്ല അത്. മലയാള ഭാഷയിൽ ഒരു വാക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം, നാഭീനാള ബന്ധം. നാഭീനാളം, പൊക്കിൽ കൊടിയാണത്, പൊക്കിൽ കൊടി, നാഭീനാളം. 9.5 മാസം നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നപ്പോ നിനക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ, കഴിക്കാനുള്ള അന്നം മാതാവിന്റെ ചോരയിൽ നിന്ന് കാരുണ്യവാനായ സർവശക്തൻ ദൈവം ഒരു കേബിൾ വയറിട്ട് നിന്റെ ശരീരത്തോട് ഘടിപ്പിച്ചു. നിന്നെ മാതാവ് പ്രസവിച്ച ശേഷം കാണാൻ അത്രയൊന്നും സുഖമില്ലാതിരുന്ന ഒരു നാര് നിന്റെ വയറ്റത്ത് തൂങ്ങിക്കിടന്നു. അത് പിന്നെ ഉണങ്ങിപ്പോയി. ഉണങ്ങിപ്പോയിട്ടും ആ മുദ്ര മാഞ്ഞു പോയില്ല. നാഭിയിൽ ഉള്ള നാളം. ആ ബന്ധമുള്ളത് ആരോടാണ്? ഒറ്റ വ്യക്തിയോടാണ്, നാഭീനാള ബന്ധം. അതുകൊണ്ട് നിങ്ങൾ എവിടെ എത്തിയാലും, ഏത് ഡിഗ്രിയുടെ ഉച്ചിയിലെത്തിയാലും അത് മറക്കരുത്. ഞാൻ അടുത്ത ദിവസങ്ങളായിട്ട് വായിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, കേരളം ഒരു വയോജന സൗഹൃദ മേഖലയല്ല എന്നാണ്. കേരളം ഒരു വയോജന സൗഹൃദ സ്ഥലമല്ല. മലയാള പത്രങ്ങളിൽ തുടർച്ചയായി വന്ന ലേഖനങ്ങളാണിത്. കേരളം വയസ്സുള്ളവരെ പരിഗണിക്കുന്ന നാടല്ല. ആരാണ് ഈ വയസ്സുള്ളവർ? നിങ്ങൾ തന്നെയാണ്. ബാലസ്ഥാവൽ ക്രീഡാസക്ത, തരുണസ്ഥാവൽ തരുണീസക്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, പരമേ ബ്രഹ്മണി കോപിനസക്ത. ബാലസ്ഥാവൽ ക്രീഡാസക്ത, കുട്ടിയായിരുന്നപ്പോ കളിച്ചു നടക്കാനായിരുന്നു മോഹം, ക്രീഡകൾ. തരുണസ്ഥാവൽ തരുണീസക്ത, യുവാവായപ്പോ ഒരു തരുണിയായ യുവതിയിൽ ആസക്തനാകാനായിരുന്നു താല്പര്യം. ഒക്കെ കഴിഞ്ഞ് വൃദ്ധനായപ്പോ വൃദ്ധസ്ഥാവൽ ചിന്താസക്ത, വയസ്സായപ്പോ ചിന്തിച്ചിരിക്കുന്ന ഒരാളായിട്ട് മാറി. ചിന്താസക്ത. ജീവിതം അങ്ങനെ കഴിഞ്ഞു പോവും. അതിനിടയിൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ പുരസ്കാരം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്, നിങ്ങളെ ഇന്ന് ഇങ്ങോട്ട് കൂട്ടി വന്ന രക്ഷിതാക്കളിൽ ഏറ്റവും മുതിർന്ന അമ്മയാരാണോ അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ അവാർഡുകളും അവരുടെ കാൽക്കൽ സമർപ്പിക്കുക. പരിശുദ്ധ റസൂലിന്റെ വചനമുണ്ട്, മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. അത് മറക്കാതിരിക്കുക. ഇവിടെ നടന്നതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ചതിനും നന്ദി പറയുന്നു. ഈ കുട്ടികളെ കാണാൻ പുതിയ തലമുറ ഇത്രയും പ്രത്യാശയോടെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കുന്നതൊക്കെ നിങ്ങളുടെ കണ്ണിലേക്കാണ്. ഇത്രയും സമയം അവിടെ ഇരുന്നപ്പോൾ
കരുത്തുറ്റ യുവപ്രതിഭകൾ ഈ സദസ്സിലുണ്ട്. ഉണ്ടായിരിക്കും എന്നല്ല, ഉണ്ട്. നിങ്ങൾ ഉയരങ്ങളിലെത്തും മനുഷ്യത്വം കൊണ്ട്. അത് മാത്രമാണ് ഞാൻ പറയുന്നത്, ഡിഗ്രി കൊണ്ടല്ല, ഡിഗ്രി കൊണ്ടല്ല. മനുഷ്യത്വം, തപിക്കുന്ന മനുഷ്യത്വം, മനുഷ്യന് വേണ്ടി നോവുന്ന ഹൃദയം, അത് നിങ്ങൾക്കെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമാറാകട്ടെ. നിങ്ങൾക്കിവിടെ വിജ്ഞാനത്തിൻ്റെ സദ്യ കിട്ടി, സംസ്കാരത്തിൻ്റെ അനുഭവങ്ങൾ കിട്ടി. ടിനീട്ടവും പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ശ്രദ്ധിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ്. എന്ത് പാട്ടല്ല, പാട്ടിനപ്പുറം എത്ര പെട്ടെന്നാണ് സ്വരത്തെ അദ്ദേഹം ഉച്ചസ്ഥായിയിലേക്കും അവിടുന്ന് താഴോട്ട് അവരോഹണം ചെയ്ത് വളരെ താഴേ തട്ടിലുള്ള സ്വര പ്രയോഗങ്ങളിലേക്കും സ്വരവിന്യാസങ്ങളിലേക്കും അദ്ദേഹം മോഡുലേഷൻ നിർവഹിക്കുകയുണ്ടായത്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയും. അദ്ദേഹം ഇവിടെ നടത്തിയ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല, അതൊക്കെ വലുതാണെങ്കിലും ജീവിതം ഓർമ്മിപ്പിച്ചതിന്, കുഞ്ഞുമക്കൾക്ക് വേണ്ടി തപിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയം, ആ ഹൃദയ താപം ഓർമ്മിപ്പിച്ചതിന്, അങ്ങനെയുള്ള പാട്ട് മാത്രമല്ല സാഹിത്യവും കലയും ഉണ്ടാകട്ടെ. എല്ലാം തകർക്കുന്ന അരാജകത്വത്തിന്റെ കാലത്ത് അത് എന്നുമെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട മഹേഷിന്, നിങ്ങളുടെ ഒക്കെ തന്നെ ജീവിതം എത്രമേൽ ഉന്നതങ്ങളിലേക്ക് ഉയരുന്നുവോ അതിനനുസരിച്ചുള്ള ആ ഉയർച്ചയുടെ ശോഭ പ്രിയപ്പെട്ട മഹേഷിന്റെ വ്യക്തിത്വത്തിലും പൊതുപ്രവർത്തനത്തിലും വർണ്ണശബളിമ പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്ന വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് കുട്ടികളോട് വീണ്ടും വീണ്ടും ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞുകൊണ്ട് കടപ്പുറത്തൂടെ ഒരാൾ നടന്നു പോയിരുന്നു. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ കടലിൽ മുങ്ങി അറിയാതെ കടലിൽ അകപ്പെട്ടു പോയി, തിരമാലകളിൽ അകപ്പെട്ടു പോയി. കടലിന്റെ തീരത്തൂടെ സവാരി നടത്തിയ മനുഷ്യൻ കടലിലേക്ക് എടുത്തു ചാടി ആ യുവാവിനെ രക്ഷിച്ചു. രക്ഷിച്ചപ്പോൾ അയാൾ നന്ദി പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു. നന്ദി പറഞ്ഞപ്പോ ഈ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളുമായിട്ട് അവസാനമായിട്ട് പങ്കുവെക്കാനുള്ളത്. രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് ഇനി നീ തെളിയിക്കണം. ഞാൻ മരിച്ചു പോകേണ്ട ആളല്ല, ഞാൻ ഇവിടെ ജീവിക്കേണ്ട ആളാണ് എന്ന് നീ നിന്റെ ജീവിതം കൊണ്ട് തെളിയിക്കണം. വല്ലാത്തൊരു വാക്കാണ്. യു ഹാവ് ടു പ്രൂവ് that you deserve living. ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ നിനക്കുണ്ട്. ഞാൻ അങ്ങനെ ഫിനിഷ് ചെയ്തു പോകേണ്ട ആളല്ല, നീ തെളിയിക്കണം. ഒരാളെയും നോവിച്ചിട്ട് തെളിയിക്കാൻ കഴിയില്ല, വേദനിപ്പിച്ചിട്ട് തെളിയിക്കാൻ കഴിയില്ല. ഹാൻഡ്സ് ആർ ഗിവൺ ടു us to help. നമുക്ക് ദൈവം കൈകൾ തന്നിട്ടുള്ളത് സഹായിക്കാനാണ്, ആരുടെങ്കിലും മേക്കെട്ട് കയറാനല്ല എന്ന ബോധത്തോടുകൂടി ഉന്നതങ്ങളെ പുൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇവിടെ ശ്രീ മഹേഷ് സൃഷ്ടിച്ച അസാധാരണത്വങ്ങളിലൊന്ന് പായ വന്ന അതിഥികൾക്കെല്ലാം സമ്മാനിച്ചു എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പത്തിൽ പായയിൽ കിടന്നുറങ്ങിയ ആളാണ്. എല്ലാവരും ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവരും അങ്ങനെ കിടന്നത്. ഞാനായിട്ട് മാത്രമല്ല, കൈതയോലയിൽ കൈതയോല പായ. ശ്രീ ടിനി വളരെ വൈകാരികമായിട്ട് അതെടുത്തു പറയുകയും ആ പായയെടുത്ത് അദ്ദേഹം ശിരസിൽ വെക്കുകയും ചെയ്തു. അദ്ദേഹം ശിരസിൽ വെച്ചത് പായയല്ല, ജീവിതമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതമാണ്. മഹത്വമൊക്കെ പായയിൽ വിരിയുന്നതാണ്. അടുത്തിരിക്കുന്ന താഹ എന്നോട് പറഞ്ഞു,
ഇവിടുത്തെ മസ്ജിദുകളുടെ ഒക്കെ മെഹ്റാബിൽ ഈ പായയുണ്ട്. തിരുനബി മുഹമ്മദ് നബിയെ കുറിച്ച് അസംഖ്യം പ്രകീർത്തന കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, വിശേഷിച്ചും അറബിയിലും ഉറുദുവിലും ഒക്കെ മലയാളത്തിലും. അതിൽ ഞാൻ കേട്ട 2 വരി ഈ പായ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. മഹമെഹർ മേ തെരി റോശനി, ബറോ ബഹർ മേ തെരി റോശനി, മഹമെഹർ മേ തെരി റോശനി, बरो बहर में तेरी रोशनी, तेरे जिस्म पाक पे वही बूरियां, तेरे जिस्म पाक पे वही बूरियां, तेरे कुबा है चाक चाक. തിരുമേനി നബി തിരുമേനിയോട് പറയുകയാണ്, കരയിലും കടലിലും അങ്ങയുടെ പ്രകാശമാണ്, അങ്ങ് സൃഷ്ടിച്ച നന്മകളുടെ വെളിച്ചമാണ്. രാജാക്കന്മാരുടെ സിംഹാസനങ്ങൾ കിരീടങ്ങളും അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങ് നിദ്ര കൊണ്ടത് ഓലപ്പായയിലായിരുന്നു. ബൂരിയ എന്നാണ് പായയ്ക്ക് ഹിന്ദിയിൽ പറയാ. അങ്ങ് നിദ്ര കൊണ്ടത് ഓലപ്പായയിലായിരുന്നു. ഈത്തപ്പനെ ഓല കൊണ്ടുണ്ടാക്കിയ പായയിൽ കിടന്ന് തിരുനബിയുടെ ശരീരത്തിൽ പാടുകൾ വന്നിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. പായ മഹാന്മാർക്കുള്ളതാണ്. പായ മഹത്വത്തിന്റെ അടയാളമാണ്. ഏറെക്കുറെ ടിനി പറഞ്ഞതാണ് എൻ്റെ ഈ സ്ഥിതി. പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ മൊമെന്റോകളൊക്കെ ഉണ്ടാവും. അത് വീട്ടിൽ കുറേ സ്ഥലത്തൊക്കെ വെച്ചു. അതിനുവേണ്ടി ചുമരിൽ കുറേ ഷെൽഫുകൾ ഉണ്ടാക്കി. നല്ലതാണ്, ഞാനതിനെ ബഹുമാനിക്കുന്നു. എനിക്ക് സഹോദരന്മാർ നൽകിയിട്ടുള്ള അവാർഡുകളും വലിയ വലിയ മെമൻറ്റോകളൊക്കെ അതിലുണ്ട്. ഓർമ്മകളാണ്, നല്ല ഓർമ്മകളാണ്. വലിയ വലിയ ആളുകളോടൊപ്പം പങ്കെടുത്ത ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ അത് നിറഞ്ഞു കവിഞ്ഞ്, ഷെൽഫുകൾ നിറഞ്ഞു കവിഞ്ഞ് മുറി വലുതാക്കാനും വയ്യ. പക്ഷെ അതിനെ ഞാൻ തള്ളി പറയൂല. വീട്ടുകാർ പറയും ഇതൊക്കെ എവിടെ വെക്കുകയെന്ന്. അതിൽ വലിയ വലിയ ആളുകൾ തന്നതൊക്കെ ഉണ്ട്. പായയുമായിട്ട് ചെല്ലുമ്പോൾ ടിനി പറഞ്ഞ പോലെ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ പായയിലൂടെ എൻ്റെ കുഞ്ഞുനാളിലേക്ക് യാത്ര ചെയ്യും എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട മഹേഷിനോട് പറയാനുള്ളത്. ഒക്കെ തിരിച്ചു പിടിക്കേണ്ടത് കുഞ്ഞുനാളുകളാണ്. പക്ഷേ ഇവിടെ വലിയൊരു കവി ഉപവിഷ്ടനായിട്ടുണ്ട്. ഹിന്ദിയിലൊരു കവി പറയാണ്, മുതിർന്നവരുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് പ്രായമാകാൻ പേടിയാവുകയാണ്. മുതിർന്നവരുടെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് പ്രായമാകാൻ പേടിയാവുകയാണ്. പറഞ്ഞതിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ചുരുക്കി പറയുന്നു പറഞ്ഞിട്ട് നീട്ടി പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നും ഇവരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ എന്ന്. ഞാൻ എന്തായാലും ഇനി അവസാനിപ്പിക്കണം. പറഞ്ഞപ്പോൾ കുറച്ച് പറഞ്ഞു പോയതാണ്. നിങ്ങൾ വളരെ നിശബ്ദരായി, അത് നിങ്ങൾ അറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു പോയി. എൻ്റെ സംസാരം നീണ്ടുപോയെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളാണ്, നിങ്ങളുടെ മൗനവും ശ്രദ്ധയുമാണ്. ഒരാൾ സംസാരിക്കുന്നത് സദസ്സിനെ കൊണ്ടാണ്, പാട്ട് പാടുന്നത് സദസ്സിനെ കൊണ്ടാണ്. എല്ലാം അങ്ങനെയാണ്. ദാസേട്ടനും ഞാനും കൂടി ഒരു പരിപാടി കഴിഞ്ഞിട്ട് സദസ്സിലിരിക്കായിരുന്നു കോഴിക്കോട് ടാഗോർ ഹാളിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് താഴെ ഇറങ്ങിയിരുന്നതാണ്. അപ്പോൾ ആങ്കർ വിളിച്ച് പറഞ്ഞു, ദാസേട്ടൻ ഒരു പാട്ട് പാടുന്നു. വളരെ വിഷമമുണ്ടായി അദ്ദേഹത്തിന്. ആ സമയത്ത് അദ്ദേഹം പാട്ട് പാടാൻ പ്രതീക്ഷിച്ചതല്ല, ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞ് താഴെ ഇരുന്നാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കാതിൽ ആളുകളുടെ വിചാരം പാട്ട് പാടാന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്നതാണ്. ഉറങ്ങുന്ന കുട്ടിയെ വിളിച്ചുണർത്തിയിട്ട് ചോറ് കഴിക്കുമെന്ന് പറയും പോലെയാണ് ഇവരെന്നോടിപ്പോൾ പാട്ട് പാടാൻ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സ്റ്റേജ് കയറി. എന്തിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങുകയാണ്. ലൈഫ് ഈസ് എ ബണ്ടിൽ ഓഫ് കോണ്ടെക്സ്റ്റ്സ്.
നല്ല നല്ല സന്ദർഭങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ആ പായയുടെ പേരിൽ, മഹേഷ് ജി സമ്മാനിച്ച പായയുടെ പേരിൽ കുഞ്ഞുനാളിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞതിന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ജഗ്ജീത് സിംഗിന്റെ ലോകം മുഴുവൻ അലയടിച്ച ഗസലിന്റെ 2 വരി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ये दौलत भी ले लो, ये दौलत भी ले लो, ये शोहरत भी ले लो, ये दौलत भी ले लो, ये शोहरत भी ले लो, भले छीन लो मुझसे मेरी जवानी, भले छीन लो मुझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, वो कागज की कश्ती, वो बारिश का पानी, वो कागज की कश्ती, वो बारिश का पानी. കുട്ടികൾക്ക് ഞാൻ അവസരം തരാം. ഹിന്ദി പഠിക്കുന്നവരില്ലേ ഇവിടെ? ലേ ഏതെങ്കിലും 1-2 വാക്കിന്റെ അർത്ഥങ്ങൾ പറയണം. യേ ദൗലത്ത് ഭി ലേ ലോ, എൻ്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ. യേ ശോഹറത്ത് ഭി ലേ ലോ, എൻ്റെ പ്രശസ്തിയും കൊണ്ടുപോയിക്കോ. ഭലേ ചീൻ ലോ മുജ്സെ മേരി ജവാനി, എന്നിൽ നിന്ന് എൻ്റെ ജവാനി നീ കവർന്നെടുത്തോ. എന്താ ജവാനി? ആരെങ്കിലും ആൾ പറയോ? ആൾക്കൊരു ഗിഫ്റ്റ് തരാൻ ഞാൻ മഹേഷിനോട് പറയാം. ആ പറഞ്ഞു, ആരാ പറഞ്ഞു? എണീറ്റെന്ന് പറ. യൂത്ത്, അതന്നെ യുവത്വം. എന്താ പേര്? നമ്മളെ പേര് ആയിഷ. ആയിഷ വിൻസ് ദ പ്രൈസ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ആദ്യം പറഞ്ഞത് ആയിഷയാണ്. ഭലേ ചീൻ ലോ മുജ്സെ മേരി ജവാനി, എൻ്റെ യൗവനം എന്നിൽ നിന്ന് കവർന്നു കൊണ്ടുപോയിക്കോ. എൻ്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ, എൻ്റെ പ്രശസ്തി കൊണ്ടുപോയിക്കോ, എൻ്റെ യൗവനം എടുത്ത് കൊണ്ടുപോയിക്കോ, എന്നിൽ നിന്ന് കവർന്നെടുത്തോളൂ. മഗർ മുझको ലൗട്ടാ ദോ, ലൗട്ടാ ദോ. ഒക്കെ മുളന്നെ ഒക്കെ ആയിഷന്നെ വന്നോ? ആരെങ്കിലും ഇവിടുന്ന് പറയും ലൗട്ടാ ദോ. എന്താ മോളെ? അവസരല്ല, തിരിച്ചു തരൂ. ആരാ പറഞ്ഞേ? മുതിർന്ന ആളാ പറഞ്ഞേ. അപ്പൊ പ്രൈസ് ഇല്ല. മഗർ മുझको ലൗട്ടാ ദോ ബച്പൻ കാ സാവൻ. ബച്പൻ, കുട്ടിക്കാലം. ഇത്ര ലൈവായി ഇപ്പങ്ങൾ. എൻ്റെ സമ്പത്തും എൻ്റെ പ്രശസ്തിയും എൻ്റെ യൗവനമൊക്കെ കവർന്നോ, എൻ്റെ കുട്ടിക്കാലം തിരിച്ചു തരൂ. ഓ കാഗസ് കി കഷ്തി. അതാരാ പറയാ? ഓ കാഗസ്, കാഗസ് കടലാസ്, കഷ്തി കപ്പല്, തോണി, രണ്ടും പറയും. കാഗസ് കി കഷ്തി, കടലാസ് തോണി. ഓ കാഗസ് കി കഷ്തി, ഓ ബാരിഷ് കാ പാനി, ഓ കാഗസ്. ബാരിഷ്